ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാടരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. അവസാനത്തെ വാക്യം ഒരു പ്രാർത്ഥനയായി ചേർന്ന് വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകമായിരിക്കട്ടെ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. 29-ാം സങ്കീർത്തനോട് ചേർന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ് 19-ാം സങ്കീർത്തനം. ഇവിടെയും കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 29-ാം സങ്കീർത്തനത്തിൽ കർത്താവിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. His word is his voice. His voice is his word. Hallelujah. ഇന്ന് രാവിലെയും ആ വാക്കുകൾ കേൾക്കുവാൻ, ആ ശബ്ദം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആകാശത്തിലേക്ക് നോക്കിയാൽ അവൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണാം. ഒരു വാക്കുകളും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ഈ സൃഷ്ടികളെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവായ ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. നമുക്കത് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുന്നത്, എന്നാൽ ഈ സൃഷ്ടികളെക്കാളും തികവുള്ള ഒന്നുണ്ട്, അതവന്റെ ന്യായപ്രമാണം. അതവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ, അവിടുത്തെ സൃഷ്ടികളെ നോക്കുമ്പോൾ ഒരു സൃഷ്ടാവുണ്ടെന്ന് നാം കാണുന്നു. എന്നാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുത്തെ ശബ്ദമുണ്ട്, അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുത്തെ സ്പർശനമുണ്ട്, അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. രാവിലെയും അവിടുത്തെ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവിടുന്ന് ആരാണെന്ന് ഓർത്ത് അവിടുത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പാട്ടുകൾ പാടുന്നതിന് മുമ്പ് തന്നെ അവിടെ ആരാണെന്ന് ഓർത്ത് അവിടുത്തെ നാമത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നത്, നീ വലിയവൻ, നീ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ, അങ്ങേ പോലെ മറ്റൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? നീ വലിയവൻ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങേ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പറയാം, സ്തുതിച്ചു പാടിടും ഞാൻ അങ്ങയുടെ മഹിമയ്ക്കായി, എൻ്റെ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ ആരാധിക്കും. പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തുതിച്ചു പാടിടും മഹിമ നിനക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ നിനക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. വരുന്നു നാഥ
സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും വരുന്നു നാഥാ. നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. സ്തുതിച്ചു പാടും മഹിമ നിനക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടും മഹിമ നിനക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ. നീ വലിയവൻ, അത്ഭുതം ചെയ്യുന്നവൻ, അങ്ങേ പോലെ മറ്റൊരു ദൈവമില്ല, അങ്ങേ പോലെ മറ്റൊരു രാജാവില്ല, അങ്ങേ പോലെ മറ്റൊരു ഇടയനില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ചു പാടും. മുഴുവൻ മഹത്വവും മഹിമയും അങ്ങേക്ക്. എന്റെ കരങ്ങളെ ഉയർത്തി, എന്റെ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങയെ സ്തുതിക്കും, ഞാൻ അങ്ങയെ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു, പ്രൈസ് യു. അങ്ങ് വലിയവനാ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ, അങ്ങേ പോലെ മറ്റാരുമില്ല. കഴിഞ്ഞ നാളുകൾ നമ്മെ നടത്തിയ വിധങ്ങൾ, അത്ഭുതകരമായി നമ്മെ പരിപാലിച്ച വിധങ്ങൾ, നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കാം. ഏറ്റവും വലിയ അത്ഭുതം, പാപച്ചേറ്റിലായിരുന്ന നമ്മെ അവൻ കരം പിടിച്ചുയർത്തി, ഉറപ്പുള്ള പാറമേൽ നമ്മെ നിർത്തി, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി, വായിൽ പുതിയൊരു പാട്ട് തന്ന്, വിശുദ്ധന്മാരുടെ പന്തിയിൽ ഓഹരിക്കാരാക്കി തീർത്ത്, മക്കളെന്ന പദവി തന്ന്, തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. അങ്ങനെ ആ അത്ഭുത പ്രവൃത്തികൾക്ക് പകരം ഒന്നുമില്ല. നീ വലിയവൻ, അത്ഭുതം ചെയ്യുന്നവൻ. ഒരു പ്രാവശ്യം കൂടെ ആ സ്റ്റാൻസ് മാത്രം പാടി, ആ കോറസ് മാത്രം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ അവനോട് തുല്യനാരുമില്ലെന്ന് നാം പറഞ്ഞത്, അവനെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് നാം പറഞ്ഞത്. ഹല്ലേലൂയ. We praise you, we praise you, we praise you, we praise you, we praise you. Thank you Lord, thank you Lord. അവനോടുള്ള സ്നേഹത്തിൽ ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുന്ന് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ പ്രദർശനമാണ് ക്രൂശിൽ നടന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയും തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശന്മേൽ പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ആ സ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറയട്ടെ. പാട്ടിന് വേണ്ടി നോക്കിയിരിക്കണ്ട, അതിൻ്റെ വരികൾ ശ്രദ്ധിക്കണ്ട.
ആ സ്നേഹത്താൽ നമ്മുടെ ഉള്ളത്തിൽ നിറയുമ്പോൾ നമ്മുടെ ആധാരത്തിൽ നിന്ന് അവനെ സ്തുതിക്കാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം അവനെ സ്തുതിക്കാൻ തുടങ്ങും. ലോക സ്ഥാപനം മുമ്പേ എന്നെ നീ കണ്ടല്ലോ, ലോകത്തിൽ വന്നു, അങ്ങയുടെ ജീവൻ എനിക്ക് തന്നല്ലോ. എത്രയോ വലിയ സ്നേഹം. ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്രേ ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രേ ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിന്ധ്യാനമൻ ജീവിത ഭാഗ്യമേ, ആയതിന്ധ്യാനമൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെ കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെ ലോകത്തിൽ വന്നു ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഓ സിയോനിലേറിയ മൂലങ്ങൾ, സ്വർഗീയ താതനിൽ വേലയിൽ തികച്ചു, സ്വർഗീയ താതനിൽ വേലയിൽ തികച്ചു, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ, ഹല്ലേലൂയ. ശത്രുവെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹത്തോടെ ശത്രുവായ മാറാത്ത സ്നേഹമേ, സ്നേഹസ്വരൂപമായ മാറാത്ത സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. കർത്താവാം കുഞ്ഞാടൻ കല്യാണനാളതിൽ, കർത്താവാം കുഞ്ഞാടൻ കല്യാണനാളതിൽ, കാന്തയായി തൻ മുൻപിൽ കാന്തയായി തൻ മുൻപിൽ എന്നെ ഉണർത്തുവാൻ ഘോരമം പാടുകൾ ദൂരമൂതരാ, ഘോരമം പാടുകൾ ദൂരമൂതരാ, നാരങ്ങ
Hallelujah. Praise the Lord. And സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. And സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും. ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും. നീതിയിൽ ചെങ്കോലും ധരിച്ചു വാഴുവാൻ. നീതിയിൽ ചെങ്കോലും ധരിച്ചു വാഴുവാൻ. ഉൾമൂടിതാൻ നിന്നെയും സഹിച്ചു. ഉൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു. മന്നാതി മന്നാതി മാറാത്ത സ്നേഹമേ. മന്നാതി മന്നാതി മാറാത്ത സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. പിന്നീടും പിൻകാലം പാടും ഞാൻ സിയോനിൽ. പിന്നീടും പിൻകാലം പാടും ഞാൻ സിയോനിൽ. വിണ്ണൂതന്നും പാടാൻ അസാധ്യമേ അത്. വിണ്ണൂതന്നും അസാധ്യമേ അത്. കാൽവരിയിൽ കാൽവരം തുളച്ച. കാൽവരിയിൽ കാൽവരം തുളച്ച. കുഞ്ഞാടം പ്രിയൻ സ്നേഹമൻ ഗാനമേ. കുഞ്ഞാടം പ്രിയൻ സ്നേഹമൻ ഗാനമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. ആയത്തെ ആഴമേ. ആയത്തെ ആഴമേ. യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമേ. ജീവിത ഭാഗ്യമേ. ആയതിൻ ധ്യാനമേ. ജീവിത ഭാഗ്യമേ. ആയത്തെ ആഴമേ. യേശുവിൻ സ്നേഹമേ. ആയത്തെ ആഴമേ. യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമേ. ജീവിത ഭാഗ്യമേ. ആയതിൻ ധ്യാനമേ. ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്തനീനമത്രേ. തൻ സ്നേഹമാധുര്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വന്ദിക്കുന്നു. അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശത്രുവാം എന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപാനിൻ മാറാത്ത സ്നേഹമേ. ഹല്ലേലൂയ. 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 Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ തുടർന്നുമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി കർത്താനദാസൻ ജോസ് ലൂക്കോസ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് കർത്താവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാടി സ്തുതിപ്പാൻ ആരാധിക്കുവാൻ അങ്ങേ ഉയർത്തുവാൻ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിയങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. അതുമാത്രമല്ല കഴിഞ്ഞ ഒരു മാസക്കാലടിയങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. ആമേ, ഈ രണ്ടാം മാസത്തിലേക്ക് ആദ്യത്തെ വിശുദ്ധ ആരാധനയിൽ ആലയത്തിൽ കർത്താവേ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കൃപയ്ക്കായി രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാത്തവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെയൊക്കെയും ദൈവം സന്ദർശിക്കണമേ.
വചനമയച്ച് പിടിവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂമിലായിരിക്കുന്നവരുണ്ട്, ആമേ, ഒരുപോലെ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കണമേ. Praise തുടർന്നുള്ള ശുശ്രൂഷയിലും കർത്താവേ വചന ശുശ്രൂഷയിലും നല്ല Yes, സാക്ഷ്യങ്ങളും Lord. Yes, Lord. നല്ല പ്രബോധനങ്ങളും Yes, Lord. അവയെല്ലാം അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. ദൈവം സഹായിക്കണമേ. ആദ്യോടന്ത ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ. Yes. അടികളുടെ പാപങ്ങളെ കൃപകളെ ക്ഷമിക്കണം. Yes, യേശുവിന്റെ രക്തത്താൽ അടികളെ ശുദ്ധീകരിക്കണം. Yes, Lord. വരുവിനായിരിക്കണം യേശുവിന്റെ നാമത്തിന്. Amen. Amen. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലും ആലയത്തിനുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ ദൈവമൊരുക്കിയ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. ഐ ഇൻവൈറ്റ് അവർ യങ്സ്റ്റേഴ്സ് ടു കം ഫോർവേഡ് ആൻഡ് say the memory words. Give thanks, Lord, our God and King. His love endures forever. For He is good, He's above all things. His love endures forever. Sing praise, sing God is with us forever and ever. Psalm 25, verses 4 through 5. Show me your ways, O Lord. Teach me your paths. Lead me in your truth and teach me, for you are the God of my salvation. On you I wait all day. Proverbs 16, verses 3. Trust in the Lord with all your heart and lean not with your own understanding. Psalms 119, verse 18. Open up my eyes that I may behold wondrous things out of your word. Proverbs 3, verse 5 and 6. Trust in the Lord with all your heart and lean not on your own understanding. For all your ways acknowledge him, for he direct your path. The grass withers, the flower faints, but I stands forever. Romans 8, verse 10 and 11. But if Christ is in you, then even though your body is subject to death because of sin, the Spirit gives life because of righteousness. And if the Spirit of Him who raised Jesus from the dead is living in you, then He who raised Christ from the dead will also give life to your mortal bodies because of His Spirit who lives in you. Therefore, as God's chosen people, holy and dearly loved, clothe yourselves with compassion, kindness, humility, gratefulness, and patience. Colossians 3, verse 12. Romans 8, verses 10 and 11. But if Christ is in you, then even though your body is subject to death because of sin, the Spirit gives life because of righteousness. And if the Spirit of Him who raised Jesus from the dead is living in you, He who raised Christ from the dead will also give life to your mortal bodies because of His Spirit who lives in you. Romans 3, verse 21 and 22. Now being free from the law, the righteousness of God is manifested, being witnessed by the law and prophets, even the righteousness of God now, but by the faith in Jesus Christ, for there is no distinction.
But the mercy of God is from everlasting to everlasting on those who fear him, and his righteousness to children's children. Psalms 103, verse 17. I can do all things to Christ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ടോമർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങൾ ആലയത്തിൽ വന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവസഭയിൽ കടന്നു വന്ന് അവരുടെ തിരുവചനത്തെ പറയുവാൻ ദൈവസഭ അവകാശമൊരുക്കി. അവർ മനഃപ്പാഠമാക്കിയ ആ വചനം അവരുടെ ഹൃദയത്തിൽ പതിക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ പതിച്ചിരിക്കുന്ന ആ വചനം പാപത്തോട് എഴുത്തു വെക്കുവാൻ കർത്താവ് കൃപ കൊടുക്കട്ടെ. നമുക്ക് സഭയായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ വളരുന്തോറും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്നവരായി വളരുവാൻ, ദൈവനാമം അവർക്കുള്ള മഹത്വമെടുക്കുവാൻ, ദൈവസഭയ്ക്കും അവരുടെ ഫ്രണ്ട് സർക്കിളിനും ഒരു അനുഗ്രഹമായി തീരുവാൻ, അവർ പോകുന്ന സ്കൂള്, കോളേജ് എല്ലാ ഇടങ്ങളിലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ടോമർക്ക് പ്രാർത്ഥിച്ച് സഹായിച്ചു. Amen. Thank you, Jesus. Amen. Thank you, thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. UK നിന്നും ഡാലസിൽ നിന്നും അതുപോലെ ബ്ലസ് ആൻഡ് ഗ്ലോറി അവരുടെ പാരൻസ്, എൽസി സഹോദരി, മറ്റ് പ്രിയപ്പെട്ട എല്ലാവരും സൂമിൽ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതിനാൽ കർത്താവിന് സ്തോത്രം മാറാകട്ടെ. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സെക്കരിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-12. As for you also, because of the blood of your covenant, I will set your prisoners free from the waterless pit. Return to the stronghold, you prisoners of hope. You prisoners of hope. That I will restore double to you. Return to the stronghold, you prisoners of hope. Even today I declare that I will restore double to you. ഈ വേദഭാഗം വേറൊരു വിഷയത്തിൽ ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ അതല്ല ഇന്നത്തെ നിയമം. ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഓഫ് യുവർ കവനന്റ്. നിയമരക്തം ഹേതുവായി. ഒരു വേദഭാഗം കൂടി വായിക്കാൻ വളരെ സുപരിചിതമാണ്. എബ്രായലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം. Amen.
But you have come, 24, to Jesus the mediator of a new covenant, and to the blood of sprinkling that speaks better things than that of Abel. എല്ലാം വായിച്ചില്ലെന്നേ ഉള്ളൂ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. Because of the covenant blood. നിയമരക്തം ഹേതുവായി പ്രാർത്ഥിക്കുക. കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം, അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം, സാക്ഷാൽ വചനമായ ഇവിടെ ഉള്ളതോർത്ത് സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയനോട് പ്രിയപ്പെട്ടോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ മേശയുള്ള ദിവസമാണ്. ബുധനാഴ്ച ക്ലാസ്സിൽ അന്ന് പഠിപ്പിച്ച ദേവദാസന് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, തിരുമേശ ശുശ്രൂഷയിൽ ഇച്ചിരി കാര്യങ്ങൾ കാര്യമായിട്ട് സംസാരിക്കണം. അതുകൊണ്ടുകൂടെയാണ് ഈ വേദഭാഗം തിരഞ്ഞെടുത്തത്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാൽ നിയമരക്തം ഹേതുവായി. Because of the covenant blood of Christ. പുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ എവിടെ നോക്കിയാലും എന്നുണ്ട് രക്തം. പഴയ നിയമത്തിൽ ആലയത്തിലേക്ക് ആരാധനയ്ക്ക് വന്നാൽ അവിടെ എല്ലാ ഉപകരണത്തിന്മേലും രക്തമുണ്ട്. രക്തം തളിക്കുന്നു. ആരാധനയ്ക്ക് വരുന്ന ഒരുവൻ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം. അതിനെ പുരോഹിതനെ ഏൽപ്പിക്കണം. അവന് വേണ്ടി അവിടെ അവർ യാഗം കഴിക്കും. ഇത് ആലയം പണിതതിന് ശേഷമുള്ള വ്യവസ്ഥയല്ല, ഉൽപ്പത്തിയുടെ ആരംഭത്തിലേ ഉള്ളതാണ്. ഉൽപ്പത്തിയുടെ ആരംഭത്തിലെ രക്തം എന്ന വേർഡ് ഓരോ ആത്മീയൻ്റെയും മനസ്സിൽ പതിയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആ രക്തത്തിന് ഒന്നുകൂടെ സക്രിയാവ് എടുത്തു പറഞ്ഞിരിക്കുന്ന നിയമരക്തം. മാതൊരു ആട്ടിൻകുട്ടിയുടെ രക്തമൊന്നുമല്ല. സാക്ഷാൽ നിഴലായ പഴയ നിയമ വ്യവസ്ഥകളുടെ പൊരുളാക്കി മാറ്റിയതാണ് പുതിയ നിയമം. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, പല ആരംഭങ്ങളുണ്ട്. ആദാമ്യ ആരംഭം, നോഹേഗി ആരംഭം, അബ്രഹാമിൻ്റെ ആരംഭം, അടുത്ത് ക്രിസ്തുവിൻ്റെ ആരംഭം. പുതിയ ആരംഭങ്ങൾ. ഞാൻ ഒരു ടോപ്പിക്ക് പ്രസംഗിക്കുന്നത് ഹീ ഈസ് എ ഗോഡ് ഓഫ് ന്യൂ ബിഗിനിങ്. പുതിയ ആരംഭങ്ങളുടെ ദൈവമാണ്. ഓരോ പുതിയ ആരംഭങ്ങളിലും ദൈവം ചില കാര്യങ്ങൾ നമ്മെ ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ കൂടെ ആരംഭത്തിൽ അവനെ പ്രസന്റ് ചെയ്യുന്നത് തന്നെ പ്രവാചക ശബ്ദം കൊണ്ട് എഴുന്നേറ്റ് വന്ന ഒരു വ്യക്തി, യോഹന്നാൻ സ്നാപകൻ. അവൻ ജനിക്കാൻ കാരണം തന്നെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ. വലിയ വലിയ ആൾക്കാരൊക്കെ പുറകിരിക്കുമ്പോൾ നൗ such and such person is going to come forward and introduce that the main preacher എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ മെയിനായിട്ടുള്ള ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം ഒരു വ്യക്തിയെ. അപ്പോൾ ആ വ്യക്തി സാധാരണക്കാരനല്ല. അത്രേ ഉള്ള വ്യത്യാസം. ഇന്ന് ഒരു കാരണമല്ലാത്തവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഇഷ്ടംപോലെ ആളുണ്ട്. ശരിക്കും പ്രസന്റ് ചെയ്യേണ്ടത് നസ്രയനെയാണ്.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്നും പറയട്ടെ, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാൻ സുവിശേഷമല്ല. പുതുനിയമത്തിന്റെ പ്രസംഗകൻ എന്ന് പറയുന്നത് ക്രിസ്തുവും ക്രൂശും പ്രസന്റ് ചെയ്യുക. അതുകൊണ്ടല്ലേ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഇത്. പുതിയ നിയമസഭയാണ്, പഴയ നിയമത്തിലെ പെസഹയൊന്നുമല്ല ഇത്. അതൊരു സാദൃശ്യമേ ഉള്ളൂ. പുതിയ നിയമസഭയോട് പറയുന്നത് നിങ്ങൾ എന്നും ഓർക്കണം, ക്രൂശിനെ ധ്യാനിക്കണമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ചില സിറ്റുവേഷൻ, സാഹചര്യങ്ങളും ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാം എന്നും ഇത് അനുഷ്ഠിക്കുന്നില്ല. കൂടി വരുമ്പോഴൊക്കെ ഒന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്ന് വിചാരിച്ച് ഇത് ലാഘവത്തോടുകൂടി എടുക്കരുത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പിന്നീട് സംസാരിക്കാമല്ലോ. സെഖര്യാവിൻ്റെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ചില വെളിപ്പാടുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ആലയപ്പണിക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ വെളിപ്പാടുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആലയപ്പണി, ദൈവത്തിൻ്റെ ആലയം. ഇതും എന്തുവാ ഈ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ മന്ദിരമായത്. പുതിയ നിയമസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുതുനിയമത്തിലെ മന്ദിരമാണ്, ആലയമായത്. ഒരിക്കലും 2 ആലയം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. പഴയ നിയമ വ്യവസ്ഥയുള്ള ആലയങ്ങൾ കഴിഞ്ഞപ്പോൾ പുതുനിയമ വ്യവസ്ഥയുള്ള ആലയമായി ഇന്ന് ദൈവസഭ എന്ന് പറയുന്നത്. ഈ ആലയം ഇവിടുന്ന് മാറ്റപ്പെടുമ്പോഴാണ് വേറൊന്ന് പണിയുന്നത്. അത് പണിയാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുക. ഒരു വിസിലടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ദാവീദൊക്കെ എല്ലാം കൂട്ടിവെച്ചിട്ട് ശലോമോനെ ഏൽപ്പിച്ചതുപോലെ എല്ലാം ക്രമീകരിച്ചു. അത് പണിയുടെ സമയമായി എന്ന് വിശ്വസിക്കാമോ? ആലയം പണിയുടെ സമയമായെന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഈ ആലയം എടുക്കപ്പെടാൻ സമയമായെന്നുള്ള വിഷയം. സ്തോത്രം. എന്നാൽ ആലയത്തിൻ്റെ പണിക്ക് എതിർപ്പുകളുണ്ട്. അതാണ് സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. അതിന് ഇടയ്ക്കിടയ്ക്ക് എതിർപ്പുകൾ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാവ് അരുളപ്പാട് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. പ്രശ്നം കൂടുമ്പോൾ ദൈവം കൂടുതൽ അരുളപ്പാടുകൾ തരും. വിഷയങ്ങൾ കൂടുമ്പോൾ, ദേശത്ത് പ്രതികൂലമുണ്ടാകുമ്പോൾ, ജാതിയോട് പോരുമ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടായിത്തീരുമ്പോൾ, ക്ഷാമങ്ങൾ വരുമ്പോൾ ജനത്തിനുള്ള പ്രത്യേകത ദൈവം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തുവാ? നിങ്ങളിത് കണ്ട് നിരാശപ്പെടരുത്, നിങ്ങളിത് കേട്ട് ഭയപ്പെടരുത്. അങ്ങനെയല്ലയോ കാണുന്നു പ്രവാചക പുസ്തകത്തിൽ? അത് കാണുമ്പോഴും ഇത് കാണുമ്പോഴും നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്, ഭയപ്പെടരുത്. അതിനാണ് വെളിപ്പാടുകൾ തരുന്നത്. 4-ാം അധ്യായത്തിൽ വെളിപ്പാട് കൊടുത്തു. സെഖര്യാവ് ചോദിച്ചു, ഇതെന്തുവാ? സെരുബാബേല് ആലയം പണിയുന്ന കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനല്ല. ഒരു സ്തോത്രം പറയാമോ? നമുക്കിത് അനുഭവിച്ചറിയുന്ന ഒരു പുതുനിയമസഭയാ. എൻ്റെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനല്ല ഇത് പണിയുന്നത്. അടുത്ത് വായിക്കുന്നത് അതിനെ കൃപ. അപ്പം പഴയ നിയമത്തിലുണ്ട് എന്ത്? കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. കഴിഞ്ഞ ആഴ്ചയിൽ ശുശ്രൂഷ ഓർക്കുന്നുണ്ടോ? നാം നിൽക്കുന്നത് കൃപയിലാ, നമ്മെ വീണ്ടെടുത്തത് കൃപയാ. നമ്മെ കൊണ്ടുപോകുന്ന അത് കൃപ എന്ന ആർപ്പോടെ ആലയം പണിയുന്നത്. അടുത്തത് പറയുകയാണേ, സെരുബാബേലിൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം. അപ്പം വിഷയത്തിന് മുൻപോട്ടും കഴിയാതെ വണ്ണം പർവ്വത സമാനമായ വിഷയമാണ്. അതുപോലെ അനുഭവപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചെറുതൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു സ്വതന്ത്രം പറഞ്ഞാൽ അങ്ങ് പോവും.
ഇതല്ല, മഹാപർവ്വതം. ചില സിറ്റുവേഷൻ വരുമ്പോൾ കർത്താവേ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കർത്താവേ എനിക്കെന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കാര്യം അറിയാമോ? നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നുള്ള തെളിവാണ്. അതൊരു ആത്മീയൻ മനസ്സിലാക്കണം. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുള്ളതുകൊണ്ടാണ് മഹാപർവ്വതം പോലെ പ്രശ്നം മുൻപ് വന്നത്. ഞാനങ്ങ് വിചാരിക്കുന്നു, സെരുബ്ബാബേൽ നീ പറയണം. എൻ്റെ ഭാഷ ഒന്ന് പറഞ്ഞോട്ടെ, ഈ പർവ്വതത്തിൻ്റെ വിഷയമൊക്കെ നീ ദൈവത്തോട് പറയണം എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. താവേ നിനക്കറിയത്തില്ല ഇത് എന്തുമാത്രം വലിപ്പമുണ്ടിത്. നമ്മളെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ ദൈവം പോലും ഇപ്പോഴാണോ അറിയുന്നത് ചോദിച്ചു പോകും. ദൈവത്തിന് പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേ. അവനറിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മൾ ഹിസ്റ്ററിയും സ്റ്റോറിയും പുറകിലെയും ബാക്ക്വേർഡും ഫോർവേഡും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യങ്ങൾ തുറന്നൊക്കെ പറഞ്ഞിട്ടാൽ മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെയാ. അവനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതറിയാം എല്ലാവർക്കും. പക്ഷെ അത് പറയാൻ കാരണം എന്നറിയാമോ? അവന് മനസ്സിലായി മോശയുടെ പഞ്ചഗ്രന്ഥത്തിൽ അവൻ എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്. പഞ്ചഗ്രന്ഥത്തിലല്ല, മോശ ജീവിച്ചിരുന്ന കാലത്ത്. പഞ്ചഗ്രന്ഥത്തിലല്ല മോശയെ പറ്റി എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് അവൻ എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്. എന്ന് പറയാമോ? 90 പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? പർവ്വതവും കുന്നുമൊക്കെ ഇന്നലെയാ വന്നത്. അതിൻ്റെ മുൻപുള്ള ഒരുവരെയാണ് ഞാൻ ആരാധിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ അർത്ഥം അതല്ലേ? ആ സംഘത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാൻ ആർക്കും കിട്ടിയോ? അനാദിയായും ശാശ്വതമായും. ആ സങ്കീർത്തനം എഴുതുന്നപ്പോഴെന്നറിയാമോ? തൻ്റെ സഹോദരൻ്റെ ദേഹ വിയോഗ സമയത്താ. പഞ്ചഗ്രന്ഥം എഴുതി ആരംഭിച്ചപ്പോൾ അവന് കിട്ടിയ വെളിപ്പാടാ. ആദിയിൽ ദൈവം. ഒരു വിഷയം വന്നപ്പോൾ വെളിപ്പാട് കൂടി. ഒരു സ്വതന്ത്രം പറയാമോ? കൃപമേൽ കൃപ പ്രാപിക്കുന്ന വിഷയത്തിൻ്റെ മധ്യയാ. ഞാൻ പലപ്പോഴും അതിലുണ്ട്. ഒരു കൊച്ചൻ യാക്കോബിൻ്റെ വീട്ടിൽ ജനിച്ചു. വെളിപ്പാട് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പ്രതികൂലമായി. സ്വപ്നക്കാരൻ. അതുകൊണ്ട് അവൻ ഇനി സ്വപ്നം കാണുന്നേ ഇല്ലെന്ന് തീരുമാനമൊന്നും എടുത്തില്ല. നമ്മളൊക്കെ അങ്ങനെയാ. എന്തെങ്കിലും പ്രതികൂലമായി ഇനി ഈ പണി വേണ്ട, ഒന്നും പറയുന്നുമില്ല, ഒന്നും മിണ്ടുന്നുമില്ല. അതിൻ്റെ അർത്ഥം അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. കർത്താവ് ഏൽപ്പിച്ച വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. അവിശ്വസ്തത പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ അവൻ്റെ സാഹചര്യം അത്ര ഫേവറബിൾ ആയിരുന്നില്ല. സ്വന്തം സഹോദരന്മാർ അവനെ വെറുത്തു. എന്താ കാര്യം? സ്വപ്നം കണ്ടു. അത്രേ ഉള്ളൂ. ഈ അച്ഛന്മാരോട് പറയാതിരിക്കണ്ടായോ? അങ്ങ് പറഞ്ഞു പോകും പലപ്പോഴൊക്കെ. അടുത്ത് ഒരു മനസ്സ വാച കർമ്മണ ചെയ്യാത്തൊരു കുറ്റത്തിൽ എവിടെ പോയി? ജയിലിൽ പോയി. ദൈവത്തോട് കംപ്ലൈന്റ് പറഞ്ഞില്ല. അവിടെ കൃപമേൽ കൃപ ലഭിച്ചു. എന്താ കൃപമേൽ കൃപ ലഭിച്ചത്? അവിടെ വെച്ച് ആ വ്യാഖ്യാന വരം കിട്ടിയത്. നേരത്തെ സ്വപ്നം കാണുന്നവനായിരുന്നു, ഇപ്പോഴ് സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ കൂടെ കൃപ ലഭിച്ചു. ഒരു സഹോദരനൊക്കെ പറയണേ.
ദൈവം കൊണ്ടുപോകുന്ന വഴി നിന്നെ ഭയപ്പെടുത്തുന്ന വഴിയല്ല. ദൈവം കൊണ്ടുപോകുന്ന വഴി നിന്നെ നിരാശപ്പെടുത്തുന്ന വഴിയല്ല. ദൈവം കൊണ്ടുപോകുന്നതിനെ മറന്നുപോകുന്ന വഴിയല്ല. നിന്നോട് പറഞ്ഞ് നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമാണ് സ്വപ്നം അരുളപ്പാട് പറഞ്ഞത് കാണിച്ചതെങ്കിൽ ദൈവത്തിനൊരു സമയമുണ്ടെന്ന് ഇന്ന് പകൽ ആത്മീയൻ വിശ്വസിക്കണം. ഞാൻ ഈ വിഷയം പണ്ട് പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഈ യൗസേപ്പ് ആരെന്നറിയാമോ? ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പൊസിഷൻ. ആ വ്യക്തി യൗസേപ്പ് മാത്രമല്ല, നമ്മളൂടാ. നിങ്ങളുടെ പേര് ചേർത്ത് പറഞ്ഞു, യു ആർ ദാറ്റ് റൈറ്റ് പേഴ്സൺ. ദൈവം കണ്ട വ്യക്തിയാണെന്നുള്ള ആത്മീയ ബോധം ഒരു ആത്മീയന് വേണം. എന്നെ ദൈവം കണ്ടവനാ. എപ്പോഴ്? റൈറ്റ് സമയം. സമയം സമയം ഏത് സമയം? ക്ഷാമ സമയം. ഇന്നും ഉണ്ടോ ഇത്? ഇന്ന് പണ്ടത്തെക്കാളും കൂടുതൽ ആത്മീയ സ്പിരിച്വൽ ഫാമിൻ, ആത്മീയ ക്ഷമ. ആത്മീയ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പണ്ടത്തെക്കാൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ആത്മീയ ക്ഷാമമുള്ള സമയമായത്. ഈ സമയത്തിനു വേണ്ടിയാ ദൈവം എന്നെ ആക്കിയെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? റൈറ്റ് പേഴ്സൺ, യു ആർ ദാറ്റ് പേഴ്സൺ. അതുകൊണ്ടാണ് പ്രശ്നത്തിന്റെ മധ്യേ കൂടെ ദൈവം നിന്നെ എക്സ്പീരിയൻസ് തന്നെ കൊണ്ടുവന്നത്. ക്ഷാമകാലം വന്നപ്പോൾ നോക്കണം, ദൈവം ഒരുവനെ കണ്ടെങ്കിൽ സിറ്റുവേഷനും ദൈവമാണ് മാറ്റുന്നത്. ഒന്ന് വിശ്വസിക്കുന്ന ആളുണ്ടോ? നമ്മൾ അതിനുവേണ്ടി ഒന്നും ഭാരപ്പെടേണ്ട കേട്ടോ. താവേ ഈ സാഹചര്യമൊക്കെ എന്ന് മാറ്റും, നീ എന്നെ വിളിച്ചതല്ലേ, അതൊന്നും അങ്ങോട്ടൊന്നും ചോദിക്കേണ്ട. വിളിച്ചതാണെന്ന് ബോധ്യമുണ്ടോ? കൊണ്ടുപോകുന്നത് കൂടെ അങ്ങ് പോയാൽ മതി. ദൈവമാണ് സാഹചര്യം മാറ്റുന്നേ. സ്തോത്രം. ആരിവനെ ദ്വേഷിച്ചോ അവരിവന്റെ മുൻപിൽ വന്നു. ദൈവത്തെ അറിഞ്ഞവൻ, ദൈവത്തിൻ്റെ പ്ലാൻ ഉള്ളവനെ ദൈവമാണ് മാനിക്കുന്നത്. അവിടെ അല്ല എൻ്റെ വിഷയം, കാരണം ഈ സമയത്ത് നിർത്തണമല്ലോ. സ്തോത്രം. സെരുബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതം 4-ാം അധ്യായത്തിലെ വെളിപ്പാടാ. നീ ആരാ? അപ്പൊ ആരോടാ ചോദിക്കുന്നത്? പർവ്വതത്തോടാ ചോദിക്കുന്നത്. കാരണം എനിക്കൊരു ആളിനെ അറിയാം, എൻ്റെ ദൈവം. നീ ഉണ്ടായതിനു മുമ്പ് ഉണ്ടായിരുന്നവൻ. നിനക്ക് വന്ന പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിലാണ് വന്നത്, കഴിഞ്ഞ വർഷങ്ങളിലാണ് വന്നത്. അതിനു മുമ്പേ ഒരു ദൈവത്തെ സേവിച്ചവനല്ലേ നമ്മൾ. ഹല്ലേലൂയ. ഈ വലിയവനെ ചെറുതായിട്ട് കാണരുത് കേട്ടോ. അത്യുന്നതനായ ദൈവമാ. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ് പരമാധികാരിയായ ദൈവമാ. ഹല്ലേലൂയ. നിന്റെ ചെറുതും വലുതുമായ എല്ലാ വിഷയവും ഹാൻഡിൽ ചെയ്യുവാൻ, എത്ര വലിയ വിഷയമാകട്ടെ, ഒരു വിഷയവും എത്ര ചെറുതുമാകട്ടെ, എല്ലാം അവൻ ഒരു നിമിഷം മതി. ഇന്ന് അതുപോലെ വിശ്വസിക്കാമോ? മരിച്ച ദേഹത്തെ ചൂടുമാറിയില്ല വിധവയുടെ മകൻ. അല്ലല്ല, മറ്റേ ആദ്യം വേറെ പെങ്കുച്ച യായിറോസിന്റെ മകൾ. താങ്ക് യു. ഇച്ചിരി പ്രായമൊക്കെ ആയി നമ്മുടെ ചന്ദ്രബാബുവിൻ്റെ കൂട്ടെ. അപ്പോൾ അവിടെ ഓർമ്മ കുറവാണ്. അപ്പം നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. നിങ്ങൾ നിർത്തുന്നല്ലോ നമ്മളെ ഇവിടെ. അതുകൊണ്ട് സ്തോത്രം. ഇതൊക്കെ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ഉള്ളു. ഇപ്പം തന്നെ പാസ്റ്റോടെ വേണമെന്ന് പറയുന്നല്ലോ. സ്തോത്രം. ഞാനിവിടായിരുന്നു. ദേഹത്തെ ചൂട് മാറിയില്ല. ബാല എഴുതേക്ക. അടുത്ത മരിച്ച അല്ല, അതിന് മുമ്പ് ഒരാളുണ്ട്. 9 മരിച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നേ ഉള്ളൂ. യുവാവ എഴുന്നേൽക്ക. മരിച്ച് 4 ദിവസമായി ലാസറെ പുറത്തു വരിക.
ഞങ്ങളാണെങ്കിൽ, ഞാനാണെങ്കിൽ, പാസ്റ്റർമാരല്ല, ആദ്യത്തേതിന് 3 ദിവസം, രണ്ടാമത്തേന് 7 ദിവസം, മൂന്നാമത്തേന് എന്നിട്ട് വല്ലതും ശരിയാവുന്നു? ഞാനായതുകൊണ്ടാണ് കേട്ടോ. അവൻ ഞാനല്ല, ഞാൻ അവനല്ല. ഓ, എല്ലാറ്റിനും ഒരു വാക്ക് മതി. ഒരു വാക്ക് മതി എൻ്റെ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, ഒരു വാക്കു മതി എൻ്റെ ജീവിതം. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ഓ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥ മാറുവാൻ നിന്റെ ഒരു വാക്ക് മതി. ജീവന്റെ ഉടയവനാവൻ, തരാനും എടുക്കാനും അവന് മാത്രമേ ഉള്ളൂ അധികാരം. ഞാനൊരു കാര്യം ആത്മീയോട് തീർച്ചു പറയട്ടെ, ഈ ഭൂമിയിൽ നാം മാറണമെങ്കിലും അവൻ അനുവദിച്ചെങ്കിലേ പറ്റൂ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവന്റെ പക്കലാ. ഓ, ഈ ദൈവത്തെയാണ് നാം സേവിക്കുന്നേ. അവൻ അത്യുന്നതനായ ദൈവമാ. പർവ്വത സമാനമായ പ്രശ്നങ്ങൾ വരട്ടെ, ഒരു വാക്ക് മതി. Praise the Lord. Hallelujah. സെഖറിയാവ് എന്ന പേരിന്റെ അർത്ഥം ഗോഡ് റിമെമ്പേഴ്സ്, ദൈവം ഓർക്കുന്നെന്ന്. അത് പോരായോ? 29:11 എന്താ പറയുന്നത് അറിയാമോ? അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ആരും വിചാരിച്ചില്ലെങ്കിലും വിചാരിക്കുന്ന ഒരുവൻ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. അത് ഇംഗ്ലീഷ് എന്താ ഇരിക്കുന്നത്? ഇൻ ദ തോട്ട്സ് എന്താ? I know the thoughts that I think. ഇങ്ങനെ ഇരിക്കുന്നേ. ദൈവം നമ്മെക്കുറിച്ച് വിചാരിക്കുന്നെന്ന്, ദൈവം നമ്മെ ഓർക്കുന്നെന്ന്. പിന്നെ മറ്റാരും ഓർത്തില്ലെങ്കിൽ എന്തുവാ? God remembers. നല്ലൊരു പേരിന്റെ അർത്ഥമല്ലയോ? അവനാണ് വെളിപ്പാട്. ദൈവം ഓർക്കുന്നവൻ ദൈവം വെളിപ്പാട് കൊടുക്കുന്നേ. അവനോട് അരുളപ്പാട് പറഞ്ഞു. 9-ാം അധ്യായത്തിൽ പെട്ടെന്ന് പറയാം. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പറ്റിയുള്ള പ്രവാചക വാക്യങ്ങളാണ്. 300 വർഷത്തിന് ശേഷം അത് സ്ഥാപനികമായി. അവരോട് ഞാൻ പോകുന്നില്ല. എന്നാൽ അലക്സാണ്ടർ അവൻ്റെ കഴിവും അവൻ്റെ അറിവും അവൻ്റെ സാമർഥ്യവും അവൻ്റെ ആയുധബലവും കൊണ്ട് രാജ്യങ്ങൾ പിടിച്ചു. അടുത്ത ഒരു രാജാവിനെ പ്രസന്റ് ചെയ്യുന്നതാണ് 9:9. വായിച്ചേ.
നിന്റെ രാജാവ് വരുന്നു. മറ്റുള്ളവർ കരബലം കൊണ്ടും കായിക ബലം കൊണ്ടും പണത്തിന്റെ ബലം കൊണ്ടും സൈന്യബലം കൊണ്ടും ദേശം പിടിച്ചെടുത്തപ്പോൾ ഒരു രാജാവായി ജനിച്ചവൻ വരുന്നു. ഓ ഹല്ലേലൂയ. അവൻ ഇതൊന്നുമല്ല, അവൻ ലോകം പിടിച്ചെടുത്തോ. വേറെ ഏത് മതമെന്ന് പറയുന്ന മതമുണ്ട് ലോകം പിടിച്ചെടുത്തത്? മതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏത് പുരുഷനുണ്ട്? ക്രിസ്ത്യാനിത്വത്തിന് കഴിഞ്ഞ ദിവസം കർത്താവ് ഏത് രാജ്യം വരുന്നത്? നൈജീരിയ. പെർസിക്യൂഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യമാണ് ക്രിസ്ത്യാനിയെ. പക്ഷേ ക്രിസ്തു മതം അവിടെയും ചെന്നില്ലേ? ക്രിസ്തു മതമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം. സ്നേഹത്താൽ രാജ്യം പിടിച്ചെടുക്കിയ ഒരു വ്യക്തിയേ ഉള്ളൂ. സ്നേഹത്തിന്റെ സുവിശേഷമായി സുവിശേഷം അതിനൊന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അലക്സാണ്ടറിന്റെ കാര്യം പറഞ്ഞിട്ട് നിന്റെ രാജാവ് വരുന്നു. അതിന്റെ തെളിവായിട്ടാണ് 11-ാമത്തെ വാക്യം. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി. ഈ രാജാവ് ചെയ്യുന്ന കാര്യം എങ്ങനാ? അവൻ എങ്ങനെയാണെന്ന് അറിയാമോ ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? നിയമരക്തം ഹേതുവായിട്ടാ. ഇത് ലോകത്തിലെ വേറൊരു രാജാവും ചെയ്തില്ല. വെല്ലോൻ്റെ പൈസയായിട്ട് കളിക്കാനേ ട്രംപിന് വരെ അറിയത്തുള്ളൂ. ഞാനൊരു പേര് പറഞ്ഞേ ഉള്ളേ, ഞാൻ ട്രംപിൻ്റെ ആളൊന്നുമല്ല. ഏതായാലും അല്ലയോ, വലിയ വലിയ തീരുമാനം എടുത്താലും ആളുടെ പൈസയായിട്ടാണ് കളിക്കുന്നേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരും കേട്ടോ TJ ശാബുവിൻ്റെ ഒരു പ്രസംഗമല്ല, ഒരു ചെറിയൊരു എക്സ്ട്രാക്ട് കർത്തൃദാസന്മാർക്കായി കൊടുക്കുന്ന കാര്യം. ഞങ്ങൾ തന്നിട്ടില്ലയോ നിങ്ങൾ നിൽക്കുന്നൊക്കെ പറയുന്നവരോട് അത് പറയണം, വേണ്ടല്ലേ? വേണ്ട, ആർഷ പറഞ്ഞു പറയേണ്ടത്. അപ്പോൾ പോട്ടെ, ഞാൻ സാവകാശമായിട്ട് ഈ സഭയിലൊന്ന് പ്രസംഗിക്കുന്നുണ്ട് ദശാംശത്തെ പറ്റി. പിന്നെ പതിയല്ലേ, ആർഷ പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ. അല്ല, എനിക്കൊക്കെ തോന്നുന്ന അത് പറയണമെന്ന്, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാണ്. ഓ താങ്ക് യു. അങ്ങനെയുള്ള ആൾക്കാർ വേണം, അതല്ലേ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നേ. Praise the Lord. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ചെയ്യുന്നത് നമ്മൾ കൊടുത്ത ടാക്സ് കൊണ്ടാണ്. ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തോ പരിപാടിയും ചോദിച്ചിട്ടുണ്ടോ? ഈ പോലീസുകാർക്ക് പോലും ശമ്പളം കൊടുക്കുന്ന ആരുടെ പൈസയാണ്? അവിടെ പോയി എൻ്റെ പൈസ കൊണ്ട് നീ ജീവിക്കുന്നു പറയാറുണ്ടോ? തല്ല് കിട്ടുമില്ലയോ? അത്ര നിങ്ങൾ ഇത്ര ഒരു 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 ഗ്ലിംസ് തന്നുള്ളൂ. ബാക്കി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം പിന്നീട്. എനിവേ, എനിക്കിനി 15 മിനിറ്റോടെ ഉള്ളൂ. പക്ഷെ പറയേണ്ടത് പറയാൻ വന്നില്ല ഇതുവരെ, എന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. നിയമരക്തം ഹേതുവായി. രക്തം ചിന്തിയാണ് നിയമം ചെയ്ത ഞാൻ ലോകത്തെ പിടിച്ചെടുക്കുന്നത്. കുഴിയിൽ കിടന്നവരെ വിടുവിച്ചത്, ബദ്ധന്മാരെ വിടുവിച്ചത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന ബദ്ധന്മാരെ വിടുവിപ്പാനും അതിനുവേണ്ടിയാ ഈ രാജാവ് വന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നുള്ളവരെല്ലാം ഒന്ന് ഈ ഇലക്ഷൻ അല്ലെങ്കിൽ മാൻമേട് അല്ലെങ്കിൽ പാരമ്പര്യം ഇതൊന്നും പറയാതെ തന്നെ രാജാവായി പിറന്നവനെ നമ്മുടെ യേശു. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് രാജാവായി യഹൂദന്റെ
രാജാവായി പിറന്നവൻ എവിടെ? സ്തോത്രം. ഈ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് കേട്ടോ. രാജാവായി പിറന്നവൻ ബോർഡ് കൂടി തീരുമാനിച്ചതല്ല, പാരമ്പര്യം കൊണ്ട് വന്നതല്ല. കൃപയാൽ അവനെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. ഒരു വംശാവലിയും അനുസരിച്ച് വരാതിരിക്കേണ്ടതിന്, മറ്റേ കാര്യം പറഞ്ഞു എതിരല്ല കേട്ടോ, ചിന്തിക്കരുത്. അബ്രഹാമിയ, ദാവീദ് ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഒരു പുരുഷനും പുകഴത്തക്ക രീതിയിൽ പറഞ്ഞില്ല, മറിയയുടെ മകൻ എന്നാ പറഞ്ഞത്. കാരണം ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു ഗർഭപാത്രം വേണമല്ലോ. അവതരിക്കൊന്നും അല്ലായിരുന്നു. ഹിന്ദു പുരാണം പറയുന്ന പോലെ ഷൂ എന്ന് പറഞ്ഞ് വന്നു നമ്മുടെ കർത്താവ്. അവന് സ്വയമായിട്ട് ഒന്നുമില്ല എങ്കിലും ഒരു ഗർഭപാത്രം കടമെടുത്ത് ജീവിതം ഇവിടെ ആരംഭിച്ചവനാ. ഒരു മനുഷ്യനും എന്റെ വംശാവലിയില, എന്റെ രക്തമാ എന്ന് പറയാൻ അനുവാദം കൊടുക്കാതിരിക്കേണ്ടതിന്. എന്നാലല്ലയോ യേശു ക്രിസ്തുവിനെ പുണ്യാരക്തം എന്ന് പറയാൻ പറ്റുന്നു. സ്തോത്രം. അപ്പൊ എന്തിനാണെന്നറിയാമോ? ഇനി ഞാൻ ഈ കർത്തൃമേശയിലേക്ക് വരിക. ഇത് നമ്മളെ കാണിക്കുന്നത് ക്രൂശ. ക്രോസ്. 1, 2, 3, 4 സുവിശേഷങ്ങൾ വായിച്ചത് കൊണ്ട് ഒരു നസ്രയൻ നമ്മുടെ രാജാവ് നമ്മുടെ ദൈവത്തെ പരിചയപ്പെട്ടു എന്നേ ഉള്ളൂ. എന്നാൽ അവന്റെ അവസാനം അവൻ എന്തു ചെയ്തു എന്നുള്ളത് നാം ഗ്രഹിക്കണം. ഈ ഭൂമിയിൽ വന്ന് അത്ഭുതം കാണിച്ച് പണം തന്ന് നദിയിൽ കൂടെ നടന്നുപോയി വള്ളത്തെ നടന്നു പോയ ഒരു ഗുരുവിനെ അല്ല നാം സേവിക്കുന്നത്. അതൊക്കെ അവൻ ചെയ്തു തന്നെയാ. അവനൊരു സാധാരണക്കാരനല്ല, അവൻ വിടുവിക്കുന്നവരാണെന്ന് തെളിയിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ 4 പേരെ മാത്രം ഉയർപ്പിച്ചത്? അതിനേക്കാൾ വിഷമുള്ള ഭവനങ്ങളില്ലായിരുന്നോ? ആ മരണത്തിനും അവൻ അതീതനാണ്. അവനാണ് എല്ലാത്തിനെയും ക്രിയേറ്റർ. ഈ ജീവശ്വാസം ഊതിയവനവനാ. എടുക്കാനും തിരികെ കൊടുക്കാനും അവൻ അധികാരമുണ്ട് എന്ന് കാണിക്കാനാ. അവരെല്ലാം വീണ്ടും പിന്നെ മരിച്ചു. സ്തോത്രം. ചില കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അവൻ ചെയ്ത ഏറ്റവും വലിയ വിഷയം കാൽവറിയ. അല്ല, എന്റെ പ്രസംഗത്തിന് പ്രസക്തിയില്ല കേട്ടോ. അതിനെ ഓർപ്പിക്കുന്നതായത്. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് ക്രൂശിന് അരികെ എല്ലാവരുമില്ല. പക്ഷെ ക്രൂശിനെ ധ്യാനിക്കാൻ ഇത്ര പേരുണ്ടല്ലോ. കൂടെ നടന്ന 12 പേരിൽ ഒരാളൊഴിച്ച് ബാക്കി ആരുമില്ല അവിടെ. ഞാനങ്ങ് ചോദിക്കുന്നത്, അന്ന് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നീ അവിടെ കാണുമായിരുന്നോ? അറിയത്തില്ല. പത്രോസിനേക്കാൾ വലിയ കാര്യവും നമ്മൾ അവനെ കണ്ടിട്ടില്ല. അവനും അവിടെ ഇല്ല. യാക്കോബ് അവിടെ ഇല്ല. ഒരു യോഹന്നാൻ മാത്രമേ അവിടെയുണ്ട്. ദാസൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പറഞ്ഞ വിഷയം. അതുകൊണ്ടല്ലേ ചില കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചത്. ആ അമ്മയെ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ അമ്മയല്ല വിഷയം, അമ്മയുടെ മോനെയാ ഓർക്കുന്നത്. ഒരു സ്തോത്രം പറയണേ. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് നിയമരക്തം ഹേതുവായി ഈ തിരുമേശയോട് അവൻ എന്നെ അടുപ്പിച്ചില്ലേ? ഇത് വെറും അപ്പം, ക്രോഗറിലെ അപ്പവും വീഞ്ഞുമായിട്ട് എടുക്കരുത്. അത് തന്നെയാ.
പക്ഷെ ഇതിൻ്റെ ഓർമ്മയാണ് എൻ്റെ വിഷയം. ദൈവഭക്തന്മാരിൽ കൂടി അപ്പം മുറിച്ച് കിട്ടുമ്പോൾ ഒരക്ഷരം ഞാനും എടുത്ത് അങ്ങനെ ചിന്തിക്കരുത്. അവൻ്റെ ദേഹം നമുക്ക് വേണ്ടി നുറക്കപ്പെട്ടു. ഒരു സഹോദരി കാൽപാദം, കൂട്ടു സഹോദരി വീട്ടിൽ വന്ന അതിഥിയെ സൽക്കരിക്കാൻ ബന്ധപ്പെടുമ്പോൾ വേറൊരുവൾ അവൾ തൈലം പൂച്ചു ആ പാദപീഠത്തിൽ. മറിയ അവളോട് ചോദിക്കുക, എന്താ കാര്യം? എൻ്റെ വീട്ടിലെ മരണം നീക്കിയവനായിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു പറയാനില്ലേ ഇന്ന്? ആ പാട്ടൊന്ന് പാടിക്കേ. വന്നരകം നീയകറ്റി നിൻ മരണം കൊണ്ടെന്നെ, വന്നരകം നീയകറ്റി നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ, എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. നിന്റെ മരണം കൊണ്ട് എന്റെ മരണം നീങ്ങുന്നേ. തകർക്കപ്പെട്ട ശരീരവും ചൊരിയപ്പെട്ട രക്തവും ഓർക്കുമ്പോൾ ഈ പാട്ടെങ്കിലും ഒന്ന് പാടി കണ്ണു നിറയണം. നിന്റെ മരണം എന്റെ മരണത്തെ നീക്കി. എല്ലാവർക്കും രണ്ടു മരണമുണ്ട്, ആത്മീയൻ ഒന്നേ ഉള്ളൂ. രണ്ടാമത്തെ മരണത്തിന് പേര് നിത്യമരണം, ബോട്ടംലെസ് പിറ്റ്. അവിടുന്ന് ഒരിക്കലും മടങ്ങി വരികയില്ല. ഒന്നാമത്തെ മരണം ശാരീരിക മരണം, അത് നമ്മൾ പ്രാപിക്കണം. മരിക്കണമെന്ന് ഞാനീ പറഞ്ഞേ. അങ്ങനെയൊക്കെ പ്രസവിക്കണം. ഈ മർത്യമായത് ഇന്നലെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ചെയ്തു. മർത്യ ശരീരത്തെ സംസ്കരിച്ചു. പ്രത്യാശയുണ്ട്, യേശുവിന്റെ മരണത്തിൽ ഈ മർത്യമായത് അമർത്യമായതിനെ പ്രാപിക്കും. എത്ര പ്രത്യാശയുള്ള ജനമായത്. ഇതൊന്ന് ശരിക്ക് ചിന്തിച്ചാൽ നമ്മളൊന്നും ആത്മീയ കൂട്ടായ്മകളെ ഇഗ്നോർ ചെയ്യത്തില്ല. നമ്മൾ ആരാ? രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരെ, കുഴിയിൽ നിന്ന് ഉയർത്തിയവരാ. ഇവിടെ വായിക്കുന്നത് വെള്ളമില്ലാത്ത കുഴി, വാട്ടർ ലെസ് പിറ്റ്, ബോട്ടംലെസ് അല്ല കേട്ടോ. അവിടുന്ന് ആരും എടുക്കുന്നില്ല. ബോട്ടംലെസ്സിന്ന് ഒരിക്കലും ഇല്ല. അതാണ് രണ്ടാമത്തെ മരണം. പക്ഷെ വാട്ടർലെസ്സിന്ന് വന്നവരായി ഇവിടെ ഇരിക്കുന്നേ. സംഗീതക്കാരൻ പറയുന്നത് എങ്ങനാ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറി. ബൈബിൾ വാക്യമുണ്ട്, വചനം അയച്ചു കുഴിയിൽ നിന്ന് കയറ്റിയെന്ന്. അങ്ങനെ കയറിയവരാ ഇവിടെ വന്നിരിക്കുന്നത് നിയമരക്തം ഹേതുവായി. എന്നാലും ചിലപ്പോൾ നമ്മൾ കുഴിയിൽ വീഴാറുണ്ട്. അതൊന്ന് പറയണ്ടായോ?
അത് പറയാതെ പോയാലേ ഇതിലേക്ക് ആവശ്യമില്ലാതെ കൈ നീട്ടും. എലി വിഷം തിന്നുന്നതോ എടുത്ത് പോകരുത്. എവിടെങ്കിലും പോയി ചത്ത് കിടക്കും. പിന്നെ നാറ്റവാരി. വിഷം എടുക്കുന്നിടത്ത് ആകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ചില കുഴികളെപ്പറ്റി പെട്ടെന്നങ്ങ് പറയാം. ഇത് 2 മിനിറ്റ് ഞാൻ ഒന്നും വിശദീകരിക്കുന്നേ ഇല്ല. ഏതെങ്കിലും കുഴിയിലുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇതെടുക്കുന്നതിന് മുമ്പേ അതിനകത്ത് കയറണം. ആരും റെഡി? ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ആരംഭത്തിലേ ഉള്ള കുഴികളായത്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പോരെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല. ഇങ്ങനെ ഇപ്പോൾ വന്ന് നിങ്ങൾ നിൽക്കുമ്പോഴേ എനിക്ക് ഇരിക്കാൻ തോന്നും. ഞാൻ ബാക്കി അടുത്ത ആഴ്ച പറയും കേട്ടോ. മക്കളെ ആരും ഇല്ലേ അവിടെ? ഇതൊന്നും ഇട്ടേ, പെട്ടെന്ന് പറഞ്ഞു. അമ്മ ഇനി ഞാൻ ചെയ്തോളാം. 1 മോഹത്തിൻ്റെ കുഴി. അതാർക്കും ഇല്ലല്ലോ. ഇതൊക്കെ ഉണ്ട്, വായിക്കാതെ. അതിൽ നീ വായിപ്പിക്കൊന്നുമില്ല. നിങ്ങൾ ദൈവത്തെ പോലെ ആവും. ദൈവം പറഞ്ഞത് ഇഗ്നോർ ചെയ്തു, അതല്ലയോ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. ഇത്ര മുമ്പ് കേട്ടില്ലേ? ഇതാര് പറഞ്ഞതാ? ദൈവം പറഞ്ഞതാന്നേ. അപ്പൊ ദൈവവചനം കേട്ടിട്ടും യാതൊരു വ്യത്യാസമില്ലാത്ത ഇതിലെ കൈ നീട്ടണോ? മിണ്ടുന്നില്ല. ഒരു സ്വതന്ത്രമൊക്കെ പറയണേ. നമ്മളൊക്കെ പറയുന്നത് സഭയെ വിവേചിക്കണം. വേണ്ട, അത് ഞാൻ ബാക്കി പറയാം. 2 മിനിറ്റ് എടുത്തോട്ടെ. ഞാൻ കുറച്ച് തരും. എന്നാലും പിന്നെ വേറൊരു കാര്യം പറയട്ടെ. കർത്തമേശ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഷെറിൻ ഫാമിലി എല്ലാവർക്കും വേണ്ടി ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ശരിക്കും കേട്ടില്ല. പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി പ്രത്യേകിച്ച് സഹോദരിമാരെ ഭാരപ്പെട്ട് വിടിരിക്കരുത്. എല്ലാവരും നല്ലൊരു മാതൃകയാണ്. ആദ്യത്തെ ഉള്ളെന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ജോബി പോലുള്ളവർക്കും നല്ല മാതൃകയായത്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് പറയട്ടെ. അപ്പോൾ ഒന്നാമത്തെ കുഴി എന്തുവാ? മറ്റ് ലക്ഷം ഞാൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കരുത്. ലക്ഷസാധാരണ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്. എന്തുവാ? എനിക്കൊരു മോഹം കണ്ടു, കാമ്യമുള്ള നല്ലതെന്ന് തോന്നി. ദൈവം പറഞ്ഞത് ഇഗ്നോർ ചെയ്തു, പിശാച് പറഞ്ഞത് കേട്ടു. നീ ഇത് നിന്നാൽ ദൈവത്തെ പോലെയാവും. അതൊരു കുഴിയല്ലേ? നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇത് വല്ല മനസ്സിലാവുമോ? എത്ര ആണ്ടതി കഴിഞ്ഞു? ഒരു സ്വതന്ത്രം പറയണേ. എന്നിട്ടും ഒരു വ്യത്യാസമില്ലാതെ ദേവേശ യേശു വരാന്നല്ലേ പറയുന്നേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അടുത്തത്. അയ്യോ എന്തൊരു ദേഷ്യമാണെന്നറിയാമോ? ഒരു സ്തോത്രം എന്ന് പറഞ്ഞാ പ്രീച്ച് പാസ്റ്റർ എന്ന് പറഞ്ഞേ. വേണ്ട. പക്ഷേ ഇതൊക്കെ രക്ഷിക്കപ്പെട്ടെങ്കിലും എനിക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ആരാ? ഒരിക്കലും കോപിക്കത്തില്ലെന്ന് പറഞ്ഞാലും 10 പ്രാവശ്യം ചോദിച്ചു നോക്കിയാൽ ഉടനെ ആ വിഷം മുഖം മാറും. ചിലരുടെ മുഖം കണ്ടാൽ ഉടനെ അറിയാം ഈ മുഖം. അത് ദൈവം വചനത്തിലുണ്ടോ? നിന്റെ മുഖം എന്താ? ഇത് വേറെ ഈ ബോഡി ലാംഗ്വേജ് എൻ്റെ അറിയാം. മതി. 3 ഇതൊക്കെ ശരിക്കും പറയാനുണ്ട് പിന്നീട്. പിറ്റ് ഓഫ് ഈവിൾ തോട്ട്സ്, ദോഷവിചാരങ്ങളുടെ കുഴി.
ഒരിക്കൽ കുഴിയിൽ നിന്ന് കയറിയവരാകട്ടെ നമ്മൾ. അതിനൊരു സ്തോത്രം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. അതുപോലെ എന്തെങ്കിലും ചിന്തകളും വിചാരങ്ങളും ഉണ്ടെങ്കിൽ സൺഡേ വന്ന് കൈയും തൂത്ത് എടുക്കരുതെന്നായി പറഞ്ഞേ. 4 അയ്യോ അതൊരു കുഴി ആന്നോന്നു. ഒരു ദേവദാസൻ ഇവിടുന്ന് ഒരു പ്രീച്ചറെ കൊണ്ടുവന്നു ഡൽഹിയിൽ. വലിയ മെഗാ ക്രൂസേഡാ. പുള്ളി വന്ന് ലാൻഡ് ചെയ്തു. ഞങ്ങളൊക്കെ വന്ന ആ കമ്മിറ്റി ഞാനും ഉണ്ട്. ഞങ്ങളൊക്കെ പോയി റിസീവ് ചെയ്തുകൊണ്ട് ഹോട്ടലിൽ കൊണ്ട് താമസിച്ചപ്പോൾ പുള്ളി ഭയങ്കര ബഹളം. ഉടനെ തിരിച്ചു പോകണം. ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ആ വലിയ ബോർഡ് വെച്ചതിനകത്ത് എല്ലാ അക്ഷരങ്ങളും വലുതാ. പുള്ളിയുടെ ഫോട്ടോ മാത്രം ചെറുതായിട്ട് വെച്ചെന്ന്. നടന്ന കാര്യമാണ്. ആ വലിയ ബിൽ ബോർഡിൽ ആ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേര്, എൻ്റെ ഫോട്ടോ ചെറുതാ. പുള്ളി അങ്ങ് പിണങ്ങി. അവസാനം ആദ്യം എടുത്തു മാറ്റി വേറെ വെച്ചതിന് ശേഷം പ്രസംഗിച്ചത്. ഞാൻ മതി എന്തോ പ്രസംഗമാത്. ഇതുപോലെ ഒന്നും നമുക്കില്ലെങ്കിലും നമ്മളാരും വിളിക്കാറില്ലല്ലോ അങ്ങനെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, എൻ്റെ ഗുരുവിനോട് പറഞ്ഞത് ആ സഹോദരന്മാർ, നീ ഈ നസറേത്ത് ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ നടന്നാലേ ആരറിയും നിന്നെ? ഇതുപോലെയൊക്കെ നീ പ്രസിദ്ധനാകത്തില്ല, അങ്ങോട്ടൊന്ന് ഇറങ്ങുന്നേ. ആ പറഞ്ഞത് ശരിയാവട്ടെ, എന്നാ താങ്ക് യു ഫോർ ദ കൗൺസിലിംഗ്. 5 ഭയമാ. ദർശനം നഷ്ടപ്പെട്ടവന് ഭയമേ ഉള്ളൂ. നിൽക്കുന്നില്ല. 6 ജലസി. സഭയെ വിഭജിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് 7 ഉണ്ട്. ഒന്നുകൂടെ പറയാതെ ഇരിക്കുന്നത് എങ്ങനെ? ബാക്കി ഇനി നിയമരക്തത്തിൻ്റെ അടുത്ത ആഴ്ച പറയാം. നീ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നന്മ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ പ്രാർത്ഥിക്കരുത്. ഇന്നത്തെ ക്രിസ്ത്യൻ്റെ നടക്കുന്നതല്ല ഇതാ. ശുശ്രൂഷമാരെ ലിഫ്റ്റ് ചെയ്യും. അവരൊന്നും ദൈവത്തിന് പ്രയോജനപ്പെട്ടാൽ അവരെ താഴ്ത്താൻ നോക്കും. സഭയിലുമുണ്ടത്. നിന്റെ ഒരു വാക്കുകൊണ്ട് പോലും ആരും ശുശ്രൂഷയിൽ താന്നു പോകരുത്. ജലസിയുണ്ടോ? ഹലോ, ഇന്ന് പണ്ടൊക്കെ പറയുമായിരുന്ന ചില രോഗത്തിനും മരുന്ന്, ഇന്ന് എല്ലാത്തിനും മരുന്നുണ്ട്, ഇതിന് മാത്രം ഇപ്പോഴും ഇല്ല. ഒരു സോദരം പറയാമോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, പിറ്റ് ഓഫ് ഡിസ്പെയർ. അയ്യോ, ആ ഇരിപ്പ് കണ്ടാലേ അറിയാം എങ്ങനെ ഇരിക്കുന്നേ. ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. യോ, എന്തിനാ ഈ ആൻഡ്രോയിഡ് എന്നല്ല പറയുന്നതിന്. അപ്പോഴൊക്കെ കൊണ്ട് നടക്കുന്നത് ഇതുപോലെയൊക്കെ വന്നിട്ട് വല്ലപ്പോഴും ഇതൊക്കെ വല്ലതും ഉണ്ടോ നോക്കുന്നത്. ഇവിടെ എല്ലാം പ്രത്യേകിച്ച് ഇതുള്ള ദിവസം ഇത് നോക്കിയിട്ട് വരുന്നത് നല്ലതാ ഇല്ലേ അച്ഛാ? അച്ഛാ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. എന്താ പരിപാടി? ഈ ബുധനാഴ്ച മാത്രം പറഞ്ഞാൽ പറയാം. ഞാൻ പറയുമ്പോഴോട് പറയണ്ടായോ? ഇവിടെ നിന്ന് നിന്നെ വിടുവിക്കും. ഒരു വാക്കിലെ കണ്ണടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. നിയമരക്തം ഹേതുവായി കുഴഞ്ഞ ചേറ്റിൽ നിന്നും താണക്കുഴിയിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്ട്രോങ് ഹോൾഡായിരിക്കുന്ന കോട്ടയിലേക്ക് കൊണ്ടുവന്നതാമേ. പക്ഷെ ഇപ്പോഴും ബന്ധനത്തിലായിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥയുണ്ടോ?
സ്വയമായി ശോധന ചെയ്യുക. അവൻ ബദ്ധന്മാരെ മടക്കി വരുത്തുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ജീവിതയാത്ര ചില കുഴികളിൽ പെട്ടുപോയി. നിയമരക്തം ഹേതുവായി അവരെ മടക്കി വരുത്തും. അവിടെയാണ് യഥാർത്ഥ റിവൈവൽ ആരംഭിക്കുന്നത്. ഒന്ന് ചെന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. എല്ലാവരും